ഞങ്ങളുടെ മക്കളെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളുടെ മക്കളെങ്കിലും ജീവിക്കട്ടെ. ഈ കമ്പനി ഒരു നിമിഷം മുമ്പ് അടച്ചു പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യാനാ ഒരുക്കം. പോലീസാണ് തികച്ചും സാമൂഹ്യ വിരുദ്ധരെ പോലെ പോലീസ് പെരുമാറിയ ഒരു തേർവാഴ്ചയാണ് കാതിക്കുടൻ നിറ്റാ ജലാറ്റിൻ കമ്പനിക്ക് വേണ്ടി അവരുടെ പിണയാളുകളെ പോലെ ഈ സമരത്തെ നേരിട്ടത്. 10 മടങ്ങ് ശക്തിയാർജിച്ച് ഈ മാലിന്യത്തിനെതിരെ ആക്ഷൻ കൗൺസിൽ നിലയുറപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കാതികൂടത്തെ സമരജ്വാലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിഷയത്തെ സ്പർശിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. കാതികൂടത്ത് നിറ്റാ ജലാറ്റിൻ കമ്പനിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരം ശക്തമായി തുടരുമെന്നും സമരസമിതി. കഴിഞ്ഞ ദിവസം സമരം ചെയ്തവർക്കെതിരെ നടന്ന പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തൃശൂർ ജില്ലാ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കാതികുടത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. സംയുക്ത സമരസമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ ഹർത്താൽ സമാധാനപരമായിരുന്നു. CPM ഒഴികെ പാർട്ടികളെല്ലാം സമരത്തെ പരസ്യമായി പിന്തുണച്ചു. കമ്പനിയിലെ മുഴുവൻ സംഘടനകളും സമരത്തെ എതിർത്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് നിറ്റാ ജലാറ്റിൻ കമ്പനിക്ക് മുന്നിൽ ഇപ്പോഴുമുള്ളത്. കമ്പനി ജീവനക്കാർ കമ്പനിക്കുള്ളിൽ തന്നെയാണ്. അതേസമയം സമരം അടിച്ചമർത്താൻ കഴിയില്ലെന്നും ശക്തമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി അറിയിച്ചു. ഈ സമരസമിതി ഇല്ലാതാക്കാനും ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനും വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നാളെ ഈ സമരം 10 മടങ്ങ് ശക്തിയാർജിച്ച് ഈ മാലിന്യത്തിനെതിരെ ആക്ഷൻ കൗൺസിൽ നിലയുറപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം സമാധാനപരമായി നടത്തിയ മാർച്ചിന് നേർക്ക് പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു. മുഴുവൻ സമരസമിതി പ്രവർത്തകർക്കും ലാത്തിചാർജിൽ പരിക്കേറ്റു. 76 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കമ്പനി 2 ദിവസം അടച്ചിടുമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 തൃശൂർ. കാതികൂടത്ത് എന്താണ് സംഭവിക്കുന്നത്? വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ എന്ന കാതികൂടം സമരത്തിന് സർവ്വതാ പിന്തുണയുമായി എത്തിയ സാമൂഹ്യ നിരീക്ഷകൻ CR നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിൽ. അനിൽ കാതികൂടം, ഇന്നലെ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ സമരസമിതി നേതാവ് ചാലക്കുടി ആശുപത്രി കിടക്കയിൽ നിന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. K കൃഷ്ണൻകുട്ടി INTUC തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി തൃശ്ശൂരിൽ നിന്ന്, ഒപ്പം തന്നെ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് വേളം നമ്മളോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിലുമുണ്ട്. ശ്രീ K കൃഷ്ണൻകുട്ടി, എന്തു വന്നാലും കമ്പനിക്കൊപ്പം നിൽക്കും, കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തൊഴിലാളികൾ ഒന്നായി നിൽക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പിരിഞ്ഞവരാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ. ഇത്രയും വലിയ മലിനീകരണം ഉണ്ടാക്കുമ്പോൾ, പ്രദേശവാസികളിൽ നിന്ന് ഇത്രയും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് നിറ്റാ ജലാറ്റിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നത്? ഈ നിറ്റാ ജലാറ്റിൻ കമ്പനി 35 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നൊരു കമ്പനിയാണ്. മലിനീകരണം ഉന്നയിക്കുന്നവർ ഒരു 5 വർഷമായി ഉന്നയിക്കുന്നൊരു വിഷയമാണത്. ആ വിഷയം തന്നെ ഒരു സമരം പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു കൂട്ടർ വ്യവസായം അടച്ചുപൂട്ടണമെന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഒരു വ്യവസായവും കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് ഏലൂർ വ്യവസായ മേഖലയിലും ഇത്തരം പ്രവണതകൾ കണ്ടുവന്നിരുന്നു. പക്ഷേ അതൊക്കെ അവിടെ തൊഴിലാളികൾ സംഘടനാ ശക്തി കൊണ്ട് നേരിട്ട് ആ വ്യവസായം നിലനിർത്താനുള്ള. ശ്രീ കൃഷ്ണൻകുട്ടി, സമരം തുടങ്ങിയിട്ട് 5 കൊല്ലമേ ആയുള്ളൂ എന്ന താങ്കളുടെ വാദം അംഗീകരിക്കുന്നു. പക്ഷേ ഈ കമ്പനി പുറത്തുവിട്ട മലിനജലം ചാലക്കുടി പുഴയിൽ കലർന്ന് അതുപയോഗിക്കുന്ന ആളുകൾ രോഗബാധിതരാകാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ സമരത്തിനിറങ്ങിയത്. അല്ലാതെ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ സമരം തുടങ്ങുകയല്ല ഉണ്ടായത്. അതുകൊണ്ടാണ് ആ സമരത്തിന് 5 വർഷം മാത്രമേ ആയുള്ളൂ എന്നത്. അതൊക്കെ ഒരു പ്രചരണം മാത്രമായി, സമരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രചരണം മാത്രമാണത്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കമ്പനി ഒരു തരത്തിലുള്ള മലിനീകരണവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? മലിനീകരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സമരത്തിൻ്റെ സൃഷ്ടിയാണ്. കാരണം
ഇതുവരെ 35 വർഷമായിട്ട് ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുന്ന ശുദ്ധീകരിച്ച വെള്ളം കൊണ്ട് ചാലക്കുടി പുഴയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇത് ഞങ്ങൾക്ക് തീർത്ത് പറയാൻ സാധിക്കും. കാരണം ഞാനും ഈ കാതിക്കുളത്ത് ജീവിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. ഞങ്ങളും കമ്പനിക്കകത്തുള്ള ജീവനക്കാരും ഭക്ഷണം പാകം ചെയ്യുന്നതും കുടിക്കുന്നതും ഒക്കെ ഈ ചാലക്കുടി പുഴയിലെ വെള്ളം കൊണ്ടാണ്. ശ്രീ അനിൽ കാതികുടം, എന്താണ് കൃഷ്ണൻകുട്ടിക്കുള്ള മറുപടി? ഇത് ഈ മറുപടി എന്നെ സംബന്ധിച്ചിടത്തോളം മറുപടി ജനങ്ങളുടെ വികാരം തന്നെയാണ്, ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് എനിക്കുള്ള മറുപടി. പിന്നെ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞതിൽ 5 വർഷക്കാലമായി ഈ സമരം തുടങ്ങി എന്നാണ്. നിറ്റാജ് ലാറ്റൻ കമ്പനി തുടങ്ങി 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ശക്തമായ പല പ്രതിഷേധങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ കമ്പനിയുടെ സാമ്പത്തിക കൊഴുപ്പിന് മുമ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് മുമ്പിൽ കെട്ടടങ്ങി എന്നുള്ളതാണ് സത്യം. നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് നിറ്റാജ് ലാറ്റിൻ കമ്പനി ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്ന മാലിന്യത്തെക്കുറിച്ചും ഒരുപക്ഷെ കമ്പനിയുടെ അറൌണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിൽ ശ്വാസം ജീവനുകൾക്ക് കിട്ടാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് കെ കൃഷ്ണൻകുട്ടിയല്ല വേറെ ആരും ഇത്ര കണ്ട് ഈ കമ്പനിയിൽ മാലിന്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ കെ കൃഷ്ണൻകുട്ടിയുടെ പേര് വെച്ചടിച്ച ഈ ട്രേഡ് യൂണിയന്റെ നോട്ടീസിൽ പറയുന്നു, വായു മലിനീകരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്പനി പരിഹരിക്കേണ്ടതുണ്ട്, അത് ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റുകളെ അറിയിച്ചു എന്നാണ്. തിരുവനന്തപുരം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. CR നീലകണ്ഠനിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, ശാസ്ത്രീയമായി പഠനങ്ങൾ നടന്നിട്ടുണ്ടോ കാതിക്കുടത്തെ കമ്പനി നടത്തുന്ന മലിനീകരണത്തെക്കുറിച്ച്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ? മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പഠനത്തിൽ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ജില്ലാ കളക്ടർ തന്നെ ഈ പുഴയിലേക്ക് നേരിട്ട് മലിനജലം ഒഴുക്കുന്നത് അവസാനിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതൊക്കെ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലല്ലേ അവിടെ വലിയ സമരം, ഇപ്പോൾ പോലീസ് അടിച്ചമർത്തലിലേക്ക് നയിച്ച സമരമുണ്ടായത്? അല്ല, ഇവിടെ കൃഷ്ണൻകുട്ടി പറയണ കേൾക്കുമ്പോൾ ഒരു വലിയ തമാശ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, 30 വർഷമായി നേരത്തെ അനിൽ പറഞ്ഞ പോലെ സമരം അവിടെ കുറേ കൊല്ലങ്ങളായി നടക്കുന്നുണ്ട്. 10-20 വർഷമായി സമരം നടക്കുന്നുണ്ട്. പലപ്പോഴും കമ്പനികൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏലൂർ അദ്ദേഹം പറഞ്ഞു, വളരെ ഗംഭീരമായി. ഏലൂർ നല്ല ഉദാഹരണമാണ്. കാരണം പണക്കൊഴുപ്പുണ്ടെങ്കിൽ ഏത് ട്രേഡ് യൂണിയൻ നേതാവിനും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എന്ന് തെളിയിച്ച ഒരു സ്ഥലമാണ് ഏലൂർ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ സംഭവിച്ചെന്താ, കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ എന്താണ് യൂണിയൻകാർ പറഞ്ഞത്? ഞാനൊരു കാര്യം കൃഷ്ണൻകുട്ടിയോട് അടക്കമുള്ള ആളുകളോട് ചോദിക്കുക, എന്തിനാണ് 6 കിലോമീറ്റർ ദൂരേക്ക് ഒരു പൈപ്പ് ലൈൻ വെച്ചിരിക്കുന്ന കമ്പനിയിൽ നിന്ന്? നല്ല വെള്ളമാണ് വിടുന്നെങ്കിൽ എന്തിനാണ് അത് പുറത്തേക്ക് വെച്ചിരിക്കുന്നത്? കളക്ടർ ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാ പുഴയിലേക്ക് വിടണേ? അത് നല്ല വെള്ളമാണെങ്കിൽ അത് അവർക്ക് തന്നെ ഉപയോഗിക്കാം. ഒരു ദിവസം 10-15 ലക്ഷം ലിറ്റർ വെള്ളം ഇത് അവരെടുക്കുന്നുണ്ട്. ഈ വെള്ളം പുറത്തേക്ക് വിട്ട് വീണ്ടും പമ്പ് ചെയ്യേണ്ട കാര്യമില്ല. കൃഷ്ണൻകുട്ടിയുടെ കമ്പനിക്ക്, കൃഷ്ണൻകുട്ടി വാദിക്കുന്ന ഈ കമ്പനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. 1. 2, പുറത്തേക്ക് വിടുന്ന വെള്ളത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ അത് നിലവിലുള്ള പരിസ്ഥിതി നിയമത്തിനെതിരാണെന്ന് കൃഷ്ണൻകുട്ടിക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം. കേരളത്തിലെ മുഴുവൻ പരിസ്ഥിതി നിയമം പഠിച്ചിട്ടുള്ള ആളുകൾക്കും സാധാരണ മനുഷ്യർക്കും അറിയാം. കാരണം പൊതുജല ആശയങ്ങൾ മലിനീകരിക്കാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഒരു പൈപ്പ് പുഴയിലേക്ക് വച്ചിരിക്കുന്നു എന്ന സാധാരണ മനുഷ്യൻ്റെ ചോദ്യം, അതിന് മറുപടി പറയാതെ കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആളുകൾ ഈ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യവസായം വികസനമൊക്കെ ഞങ്ങൾക്കും അറിയാം. വ്യവസായം വികസനം എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്ത് വെള്ളം മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ വേണം. 2, പഠനം നടത്തിയോന്ന് താങ്കൾ ചോദിച്ചു. ഷുവറായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പഠനമുണ്ട്. അതിനപ്പുറത്ത് ജനനീതി പോലെയുള്ള വളരെ സ്വതന്ത്രമായ സ്ഥാപനങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ ഇന്നലെ പോയി നിന്ന ആളുകൾക്ക്, ഇന്നലെ പോലീസുകാർ പോലും, ഈ അടിച്ച പോലീസുകാർക്ക് പോലും അറിയാം. എനിക്ക് തോന്നുന്നു അവർ പ്രധാനമായിട്ട് അടിക്കാൻ ഒരു കാരണം അവിടുത്തെ മണ്ണടിച്ചിട്ട് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടെന്നാണ്. കാരണം അതവിടെ നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി മണം. ഇന്നലെ അവിടെ പ്രവർത്തിക്കുന്നില്ല കമ്പനി, അത്ര വലിയ പ്രവർത്തനം. രാത്രി പോലും കുട്ടികൾ എഴുന്നേറ്റിരുന്ന് കരയുന്നു അവിടെ മലിനീകരണം ഇല്ലാന്ന്. ഇത് സർവകക്ഷി യോഗത്തിൽ ഈ ട്രേഡ് യൂണിയനും രാഷ്ട്രീയ പാർട്ടികളും, അവിടെ CPM ഉണ്ടല്ലോ, CPM ഇതുവരെ ഇന്നും സമരത്തെ അനുകൂലിച്ചിട്ടില്ല. പക്ഷേ CPM പോലും അവിടെ ബോർഡ് വെച്ചു, CPM DYFIയും പൈപ്പ് എടുത്ത് മാറ്റണമെന്ന്. പൈപ്പ് എടുത്ത് മാറ്റണം എന്ന കാര്യത്തിൽ കൃഷ്ണൻകുട്ടിക്ക് അഭിപ്രായമുണ്ടോ? അത് ഉണ്ടെങ്കിൽ ആദ്യം കമ്പനി അതിന് മറുപടി പറയട്ടെ. ജനങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം അവിടെ മലിനീകരണമുണ്ട്. കാരണം അവർ 30% ഓഹരി ഇപ്പോഴും വ്യവസായ വികസന കോർപ്പറേഷന്റെ കയ്യിലുള്ള നിറ്റാജ് ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ ഒരു ഘട്ടത്തിലും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും വ്യവസായ വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കമ്പനി തലയൂരിയിട്ടുള്ളത്. അത് UDF സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, LDF സർക്കാരിന്റെ കാലത്തും.
ഭരണകൂടം ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? കലക്ടർ കഴിഞ്ഞ മാസം വിളിച്ചു ചേർത്ത യോഗത്തിൽ കമ്പനി തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 35 വർഷമായി ചാലക്കുടി പുഴയിലേക്ക് മാലിന്യങ്ങളവർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല. ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, സമരസമിതിക്കൊപ്പം സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുന്നതുവരെയെങ്കിലും കമ്പനി അടച്ചിടാൻ സർക്കാർ സന്നദ്ധമാകണം. ഇത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല, വികസനത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഇടത് വലത് മുന്നണികളുടെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഇങ്ങനെ വമ്പിച്ച മലിനീകരണം നടത്തി, ആളുകൾക്ക് ക്യാൻസർ സമ്മാനിച്ച്, പാരിസ്ഥിതിക ദൂഷണം നടത്തി, ഇങ്ങനെ ഉൽപ്പാദനം നടത്തുന്നതാണ് വികസനമെന്ന് വിശ്വസിക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ദുരിതമാണ് കാതിക്കുടം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്കുൾപ്പെടെ 5 സ്ഥലങ്ങളിൽ 5 ജല പദ്ധതികൾ, ജലവിതരണ പദ്ധതികൾ ഇപ്പോഴും കാതിക്കുടം പുഴയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജനങ്ങളെ മുഴുവൻ ഒരു ജനക്ഷേമ ഗവൺമെൻറ് വിഷം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരു പ്രശ്നമായോ ഒരു ജനവിരുദ്ധ പ്രവർത്തനമായോ മനസ്സിലാക്കാനുള്ള ഒരാശയോപാധിയും നമ്മുടെ വികസന വിശ്വാസികളായ LDFിൻ്റെയും UDFിൻ്റെയും കൈവശമില്ല എന്നതാണ് പ്രശ്നം. മറ്റൊന്നിവിടെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും അത് തുല്യപ്രതികളാണ്. അവർ തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ കമ്പനിയുടെ ഒപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചർച്ചയിൽ പോലും കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൊഴിലാളികൾ വിപ്ലവം നയിക്കുമെന്നും തൊഴിലാളികൾ നയിക്കുന്ന വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഒരു സമത്വ സുന്ദര ലോകമുണ്ടാവുമെന്നൊക്കെ വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ തൊഴിലാളികൾ ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധ ശക്തികളും ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരുമായിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി സർക്കാരുകൾ കങ്കാണിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വമ്പിച്ച അതിക്രമമാണ് ഇന്നലെ പോലീസ് കാതിക്കുടത്ത് നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സവിശേഷമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്.